എത്രയും ബഹുമാനപ്പെട്ട വന്ധ്യപിതാവേ, ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിന് സ്നേഹപിതാവിൻ്റെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, പരിശുദ്ധ അമ്മയുടെ വണക്കമാസത്തിൻ്റെ അവസാന ദിവസമായ ഇന്നലെ ഞാൻ ബോധം കെട്ട് കിടന്നിരുന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് യാതൊരു ഓർമ്മയുമില്ലാത്തതുകൊണ്ട് അധികമായി വ്യസനിക്കുന്നു. ബഹുമാന ശ്രേഷ്ഠത്തി അമ്മയും ബഹുമാന സഹോദരികളും എന്തൊക്കെയോ അറിഞ്ഞതുപോലെ തോന്നുന്നു. പിതാവേ, എന്തെങ്കിലും തെറ്റ് എന്നിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാർത്ഥമായി എഴുതി അറിയിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളതുകൊണ്ട് കീഴ്വഴക്കത്തെ പ്രതി എഴുതുന്നു. എല്ലാം രഹസ്യം കാക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇതിൽ നിന്ന് എനിക്ക് കൂടുതൽ യോഗ്യതകൾ കിട്ടുമെന്ന് തോന്നുന്നില്ല. സഹനങ്ങളിൽ എനിക്ക് യോഗ്യത പ്രാപിക്കാം. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടല്ല കിട്ടിയത്, അവിടുത്തെ തിരുമനസ്സുകൊണ്ട് മാത്രം. ഇങ്ങനെയുള്ള ആശ്വാസങ്ങൾ എനിക്ക് വേണ്ട എന്നു തന്നെയാണ് ഞാൻ തീഷ്ണതയോടെ അപേക്ഷിക്കുന്നത്. സ്നേഹപിതാവും പരിശുദ്ധ അമ്മയോട് എനിക്ക് വേണ്ടി ഇത് മാറ്റിത്തരണമെന്ന് അപേക്ഷിക്കണമേ. വന്ധ്യപിതാവേ, ഈ കഴിഞ്ഞ 50 നോമ്പിൽ ഓശാന ഞായറാഴ്ച സഭയുടെ ക്രമ അനുഷ്ഠാനമനുസരിച്ച് എല്ലാവരുടെയും പേരിൽ കുറിയിട്ടു. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും മറ്റു 3 സഹോദരികൾക്കും കുറി കിട്ടി. അന്ന് ഭക്ഷണം കൊടുക്കാതെ വിട്ടുകളഞ്ഞ നമ്മുടെ ദിവ്യരക്ഷിതാവിന് ഈ ദിവസം വിശേഷ ഭക്ഷണങ്ങളടങ്ങിയ ഒരു വിരുന്നൊരുക്കി. എൻ്റെ ജോലികളുടെ ഇടയിൽ 50 സുഗതജപം ചൊല്ലിയിരുന്നു. എൻ്റെ സ്നേഹമണവാളനായ രക്ഷിതാവേ, നീ ഓറസ്ലേം പട്ടണത്തിൽ വളരെ ആഘോഷമായ ദീർഘയാത്ര കഴിച്ചിട്ട് ഒരാൾ പോലും അല്പം ഭക്ഷണം തരികയും സ്വീകരിക്കുകയും ചെയ്തില്ലല്ലോ. എന്നാൽ പാവപ്പെട്ട നിന്റെ ദാസിയായ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. നീ എൻ്റെ വീട്ടിൽ എഴുന്നള്ളി വന്ന് വേഗത്തിൽ എൻ്റെ വിരുന്ന് സ്വീകരിക്കുക. പാവപ്പെട്ട എൻ്റെ വിരുന്നിനെ കൈക്കൊള്ളണമേ. ഓ എൻ്റെ മണവാള, നീ അന്നേ ദിവസം എന്തുമാത്രം വലഞ്ഞിരുന്നു എന്നും ദുഃഖിച്ചിരിക്കുകയുമായിരുന്നല്ലോ. നിന്റെ ദാസിയായ എനിക്ക് ഇപ്പോൾ അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. വേഗത്തിൽ എൻ്റെ പാവപ്പെട്ട വീട്ടിൽ എഴുന്നള്ളി വന്ന് എൻ്റെ ഭക്ഷണമേശയ്ക്കിരുന്ന് ഭക്ഷിക്കുകയും അല്പം ആശ്വസിക്കുകയും ചെയ്യണമേ എന്നും മറ്റും ചൊല്ലി അപേക്ഷിച്ചിരുന്നു. അവസാനം 11:30 മണിക്ക് മുമ്പ് ജോലികൾ തീർത്ത് ഭക്ഷണമേശയൊരുക്കി. എല്ലാം ക്രമം പോലെ വെച്ച് ഇടയ്ക്ക് അപേക്ഷിക്കുകയും വായിക്കുകയും ചെയ്തിരുന്നു. കസേരയ്ക്ക് പകരം ഒരു ചെറിയ ബെഞ്ചാണ് ഇട്ടിരുന്നത്. ആത്മശോധനയ്ക്ക് അല്പം മുമ്പ് നീണ്ട ഒരു ഉടുപ്പിട്ട് 33 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ വന്നു. ആ തിരുമുഖത്ത് വിയർപ്പ് തുള്ളികൾ നിറഞ്ഞിരുന്നു. ഒരു തൂവാല ആരും അറിയാതെ ഞാൻ മേശയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആശയടക്കം കൊണ്ടും 33 സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം കൊണ്ടുമാണ് തൂവാല ഉണ്ടാക്കി വച്ചിരുന്നത്. ഇതുപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മറ്റു ഭക്ഷണപാനീയങ്ങളും ഒരുക്കിയത്. എൻ്റെ സ്നേഹരക്ഷിതാവ് വന്നയുടൻ നല്ല സന്തോഷത്തോടെ പാവപ്പെട്ട എൻ്റെ കൈക്ക് പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. ഏതോ ഒരു യാത്ര കഴിഞ്ഞ് അവിടുന്ന് മുഴുവൻ വിയർത്തും ക്ഷീണിച്ചും ഇരുന്നിരുന്നു. എൻ്റെ രക്ഷിതാവേ, എന്തേ നീ ഇത്ര വിയർത്തും ക്ഷീണിച്ചും ഇരിക്കുന്നു എന്ന് ചോദിച്ച് ഒരു തൂവാല എടുത്തു കൊടുത്തു. അവിടുന്ന് സ്നേഹത്തോടെ അത് വാങ്ങി തിരുമുഖം തുടച്ച് കസേരയിലിരുന്നു. എവുപ്രാസ്യ, ഇതാ ഞാൻ നിന്റെ വിരുന്നിനായി നിന്റെ ക്ഷണം സ്വീകരിച്ച് വന്നിരിക്കുന്നു. നമുക്ക് ഇരുവർക്കും ഇരുന്ന് ഭക്ഷിക്കാം എന്ന് പറഞ്ഞ് എന്നെയും ഇരുത്തി. അവിടുന്ന് ഭക്ഷണത്തെ ആശീർവദിച്ചു. അല്പം വെള്ളം കുടിച്ച ശേഷം ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. ഞാനും കുടിച്ചു. എവുപ്രാസ്യ, ഒരു മണവാട്ടിയുടെ വിരുന്ന് അവളുടെ മണവാളന് എത്ര സന്തോഷം വരുത്തുമെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നല്ലതുപോലെ മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതോടുകൂടെ വേറെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ഞാൻ മനുഷ്യരക്ഷയെ പ്രതി സഹിക്കുന്ന പീഡകൾ സദാ ഓർത്ത് മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുക എന്നും മറ്റും പറഞ്ഞു. അതോട് ചേർന്ന് വേറെ കുറച്ച് കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു. ഒടുവിൽ പോകുന്ന സമയമായി. കൂനമാവ് മഠത്തിൽ വെച്ച് എൻ്റെ 12-ാം വയസ്സിൽ സ്വർഗാരോപണ തിരുനാളിൽ ഞാൻ കുർബാന കൈക്കൊണ്ട ക്ഷണം ബോധം കെട്ടു. പരിശുദ്ധ അമ്മയും ഈശോമിശിഹായും അനേക മാലാഖമാരുടെയും കന്യാസ്ത്രീകളുടെയും നടുവിലായി എഴുന്നള്ളി വന്ന് ഞാൻ
ഇന്ന് എൻ്റെ മണവാട്ടിയായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അവിടുന്ന് ഒരു മോതിരം എൻ്റെ കൈവിരലിലിട്ട് മറഞ്ഞുപോയി. പിന്നെ എൻ്റെ പറഞ്ഞൊപ്പിനും മോതിരം എനിക്ക് കാണാൻ സാധിച്ചില്ല. പറഞ്ഞൊപ്പ് ദിവസം മോതിരം വീണ്ടും ഊരി വളരെ സ്നേഹവാത്സല്യത്തോടെ വന്ധ്യപിതാവിൻ്റെ അടുക്കൽ വെച്ച് ഇട്ടു തന്നു. ഈ ഓശാന ഞായറാഴ്ചയും അവിടുന്ന് പോകുന്ന സമയം എൻ്റെ സ്നേഹത്തിൻ്റെ മണവാട്ടിയെ എന്ന് വിളിച്ചു. ഞാൻ ഉടനെ മുട്ടുകുത്തി. അവിടുന്ന് എൻ്റെ പാവപ്പെട്ട കൈക്ക് പിടിച്ച് മോതിരം കാണിച്ച് മുറുക്കിയിട്ടു. മണവാട്ടിക്കെടുത്ത എൻ്റെ ഈ ക്ഷണത്തെ ആത്മമണവാളനായ ഞാൻ എൻ്റെ ഹൃദയത്തിലെ വലിയ സന്തോഷത്തോടെ കൈക്കൊണ്ടിരിക്കുന്നു. ഞാനിതാ പോകുന്നു. കയ്യിൽ കുറച്ചു ദിവസം വേദനയും അടയാളവും ഉണ്ടാകും. പിന്നെ അത് മാറുകയും ചെയ്യും. വ്യസനിക്കേണ്ട. ആശീർവാദവും തന്ന് അവിടുന്ന് പോയി. അന്നു തുടങ്ങി എൻ്റെ മോതിരവിരലിന്മേൽ നീരും വേദനയും ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ഞായറാഴ്ച സ്നേഹപിതാവിനോട് ഈ കാര്യം പറഞ്ഞ് കൈ കാണിക്കുകയും ചെയ്തു. 44 ദിവസത്തോളം കയ്യിൽ നീരുണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞു. സ്നേഹപിതാവേ, പരിശുദ്ധ അമ്മയുടെ വണക്കമാസം തുടങ്ങിയ അന്ന് രാത്രി 12 മണിക്ക് മാലാഖമാരോടുകൂടെ പ്രകാശമുള്ള ഒരു മേഘത്തിൽ പരിശുദ്ധ അമ്മ വളരെ സന്തോഷാനന്ദത്തോടെ എഴുന്നള്ളി വന്നു. എൻ്റെ മകളെ, ഈ മാസത്തിൽ നീ പ്രത്യേകവിധം പാപികൾക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നതിനും നിന്നെ സന്തോഷിപ്പിക്കുന്നതിനുമായി ഞാനിതാ വന്നിരിക്കുന്നു. മകളെ, എന്നോടുകൂടെ ചേർന്ന് പാപികൾക്ക് വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും അപേക്ഷിക്കുക എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ കൊന്തയെടുത്ത് സുറിയാനിയിൽ തുടങ്ങി. ഞാനും പ്രത്യുത്തരിച്ചു. വീണ്ടും പല സങ്കീർത്തനങ്ങൾ പരിശുദ്ധ അമ്മയും മാലാഖമാരും ചൊല്ലിയിരുന്നു. എനിക്കും ചൊല്ലിത്തന്നു. 2 മണിക്ക് അമ്മ പോകും മുമ്പ് ആശീർവാദം തന്നു. ഒരിക്കൽ ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മേ, ഞാൻ ഇങ്ങനെ കണ്ട് സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒടുവിൽ സ്വർഗത്തിൽ എനിക്ക് യാതൊരു ഫലവും ഇല്ലാതാകുമോ എന്നോർത്ത് ദുഃഖമുണ്ട്. എനിക്ക് ഇതൊന്നും വേണ്ട. എൻ്റെ അമ്മേ, ഇത് മാറ്റിത്തരണമേ എന്നും മറ്റും അപേക്ഷിച്ചു. എൻ്റെ മകളെ, സ്വന്തം അമ്മ തൻ്റെ മകൾക്ക് നന്മയല്ലാതെ വല്ല തിന്മയും ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ അമ്മയല്ലേ? നിനക്ക് അവസാനം തരാനിരിക്കുന്ന യോഗ്യതയും സമ്മാനവും ഇതുകൊണ്ട് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെടേണ്ട. ഒന്നും നഷ്ടപ്പെടില്ല. നീ അപേക്ഷിച്ചിട്ടല്ല, നിന്റെ യോഗ്യത കൊണ്ടുമല്ല മകളെ ഞാൻ വരുന്നത്. എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും തിരുമനസ് നീ എല്ലാറ്റിലും നിറവേറ്റിയാൽ മതി. ദുഃഖിക്കേണ്ട. പിതാവേ, ഈ വണക്കമാസത്തിൽ 31 ദിവസവും മുടങ്ങാതെ ഈ അനുഗ്രഹത്തിൻ്റെ അമ്മ വന്നിരുന്നു. മുമ്പ് എഴുതിയതുപോലെ എന്നും ചെയ്തിരുന്നു. ഈ അയോഗ്യദാസിക്ക്, ഈ നീചപ്പുഴുവിന് ഒരിക്കലും യോഗ്യത ഉണ്ടായിട്ടല്ല പിതാവേ. അനുഗ്രഹം മാത്രമാണ് പരിശുദ്ധ അമ്മ എന്നോട് കാണിക്കുന്നത്. ഇതിനൊക്കെ എന്തു നന്ദി ഈ നല്ല അമ്മയോട് ഞാൻ കാണിക്കേണ്ടു. എങ്ങനെ എൻ്റെ ഈ രക്ഷിതാവിനെയും അമ്മയെയും ഞാൻ സ്നേഹിക്കേണ്ടു എന്നോർത്ത് ദുഃഖിക്കുന്നു. ഒന്നിനും എനിക്ക് വശമില്ലല്ലോ പിതാവേ. മെയ് 24 ബുധനാഴ്ച ക്രിസ്ത്യാനികളുടെ സഹായ മാതാവിൻ്റെ തിരുനാൾ ദിനം തുടങ്ങി ദിവസത്തിൽ 3 പ്രാവശ്യം അമ്മ വന്നിരുന്നു. ഒന്ന് രാവിലെ കുർബാന കഴിഞ്ഞയുടൻ, പിന്നെ ഉച്ച കഴിഞ്ഞ് 1:30 മണി തുടങ്ങി 2:30 വരെ, ചിലപ്പോൾ 3 മണി വരെ നിന്നിരുന്നു. ഇതിൽ റംശയും കൊന്തയും മറ്റും പരിശുദ്ധ അമ്മയോടും മറ്റു വിശുദ്ധരോടും കൂടെ ചൊല്ലിയിരുന്നു. ഒന്ന് കിടക്കട്ടെ എന്ന് ശ്രേഷ്ഠത്തി അമ്മയോട് അനുവാദം ചോദിച്ച് മുറിയിൽ പോയാൽ പല മണിക്കൂർ ഞാൻ അറിയാതെ കഴിഞ്ഞു പോകും. എഴുന്നേറ്റ് വരുമ്പോൾ നാണമാകും. എന്തു ചെയ്യും? ഇതിനിടയിൽ പല ഗുണദോഷങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. പലതും ഞാൻ മറന്നുപോയി. ചിലത് ഓർക്കുന്നുണ്ട്. മകളെ, നീ എല്ലാറ്റിനും വളരെ എളിമയോടുകൂടെ ജീവിക്കണം. കഷ്ടപ്പാടുകളും നിന്ദനങ്ങളും ഞെരുക്കങ്ങളും സഹിക്കുന്നതിന് എപ്പോഴും ഒരുങ്ങിയിരിക്കണം എന്ന് മറ്റും. ഇതോട് ചേർന്ന് പലതും പറഞ്ഞു തന്നിരുന്നു. ഇടയ്ക്ക് പലതും ഞാൻ മറന്നുപോയി. വണക്കമാസത്തിൻ്റെ അവസാന ദിവസമായ 31-ന് ഞാൻ വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ബോധം കെട്ട് കിടന്നിരുന്നു. പിതാവേ, ഞാൻ മുൻപ് പറഞ്ഞ പോലെ വാക്കാൽ വിവരിക്കാൻ സാധിക്കാത്ത വിധം ആഘോഷത്തോടും സന്തോഷത്തോടും കൂടെ അസംഖ്യ മാലാഖമാരുടെയും കന്യാസ്ത്രീകളുടെയും നടുവിൽ പരിശുദ്ധ അമ്മ വളരെ ഭംഗിയുള്ള ഉടുപ്പുകളും മാലകളും പലതരം ആഭരണങ്ങളും ധരിച്ച് വിവിധ വാദ്യഗീതങ്ങളോടുകൂടെ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ട 3 പദവിയുള്ള ഒരു മേഘത്തിന്മേൽ എഴുന്നള്ളി വന്നു. പിതാവേ, ഇത് എന്തൊരു മനോഹരമായ കാഴ്ച!
ഞാനിത് എങ്ങനെ മരിക്കാതെ കണ്ടു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടുന്ന് തന്ന ശക്തി കൊണ്ട് മാത്രം. കർമ്മലീത്ത സഭക്കാരായ കന്യാസ്ത്രീകളെയും വേദസാക്ഷികളെയും സന്യാസികളെയും മറ്റു പല സഭക്കാരെയും എൻ്റെ അമ്മ തിരിച്ചു കാണിച്ചു തന്ന് എന്നെ സന്തോഷിപ്പിച്ചു. സഭക്കാരുടെ പേർ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. മെത്രാന്മാരുടെയും വൈദികരുടെയും ഗണമാണെന്ന് എനിക്ക് മനസ്സിലായി. മാലയും കുരിശും വടിയും മുടിയും മോതിരവും കണ്ടു. ആ കൂട്ടത്തിലാണ് വൈദികരെ കണ്ടത്. കുറേയെല്ലാം മറന്നുപോയി. അതിലൊക്കെ ചില വിശേഷ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഇപ്പോൾ ഓർക്കുന്നില്ല. കർമ്മലീത്ത സഭക്കാരുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ബഹുമാന ശ്രേഷ്ഠത്തി അമ്മയുടെ ആങ്ങള ഷമ്മാശനെ അമ്മ എനിക്ക് കാണിച്ചു തന്നു. കാരണം മനസ്സിലായില്ല. പൂമുടി തലയിലുണ്ട്, കയ്യിൽ ജയവിരുത്, നെഞ്ചിൽ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി എന്ന് സ്വർണ്ണ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നു. ഷമ്മാശനെ നല്ലവണ്ണം ഓർക്കുന്നുണ്ട്. ഇനി അധികം ഒന്നും ഓർക്കുന്നില്ല. ഓർമ്മയുള്ളത് പരമാർത്ഥമായി എഴുതിയിട്ടുണ്ട്. അന്ന് രാത്രി 12 മണിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ യാത്ര പറഞ്ഞു പോയി. എൻ്റെ മകളെ, ഞാൻ പോകുന്നുവെങ്കിലും നിന്നോട് കൂടെ തന്നെയുണ്ട്, ദുഃഖിക്കേണ്ട എന്നും മറ്റുമുള്ള പല ആശ്വാസവചനങ്ങളും പറഞ്ഞ് ആശീർവാദവും തന്ന് വളരെ സ്നേഹവാത്സല്യത്തോടെ വേർപിരിഞ്ഞു. പിന്നെ ഞാൻ ഇതുവരെയും അമ്മയെ കണ്ടില്ല. സ്നേഹപിതാവിനെ ഞാൻ പലപ്പോഴും അമ്മയോട് അപേക്ഷിച്ചിട്ടുണ്ട്. സ്നേഹപിതാവേ, എൻ്റെ പല തെറ്റുകളാൽ ബഹുമാന ശ്രേഷ്ഠത്തി അമ്മ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു. അതെല്ലാം എൻ്റെ പാപത്തിന് പരിഹാരമായും പുണ്യപൂർണ്ണത ലഭിക്കുന്നതിനായും കാഴ്ചവെച്ചു. ഇത് നല്ല ഒരവസരമാണെന്ന് കരുതിക്കൊണ്ടും ഇപ്പോഴല്ലേ ഇങ്ങനെ കിട്ടുകയുള്ളൂ എന്നോർത്തുകൊണ്ടും കുറ്റപ്പെടുത്തൽ കഴിയുമ്പോൾ സന്തോഷത്തോടെ നടന്നിരുന്നു. അത് കാണുമ്പോൾ ശ്രേഷ്ഠത്തി അമ്മയ്ക്ക് കൂടുതൽ ദേഷ്യം തോന്നി. വീണ്ടും ചിലപ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് ഇടവന്നിട്ടുണ്ട്. ഇതെനിക്ക് പുണ്യത്തിൽ വളരുന്നതിനുള്ള അവസരമാണെന്ന് കാണുമ്പോൾ ഞാൻ വീണ്ടും സന്തോഷം കാണിച്ചു തുടങ്ങും. ഇത് എൻ്റെ പതിവായിരുന്നു. ഇപ്പോഴത്തെ ഈ സംഗതിയിൽ എൻ്റെ സ്നേഹപിതാവും എന്നെ കുറ്റപ്പെടുത്തുന്നതിന് ഇടവന്നു. ഇത് എൻ്റെ തെറ്റുകൊണ്ട് മാത്രമാകുന്നു. വന്ധ്യപിതാവിനോട് പൊറുതി അപേക്ഷിച്ചിട്ടില്ല. അതിനാൽ വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നതിന് ഞാൻ സമ്മതിച്ചില്ല. കുർബാന കൈക്കൊള്ളുന്നതിന് ഇടവരാത്തതുകൊണ്ടും ഇത്രയും സമയം പിതാവിന് എന്നോട് ദുഃഖമായി തീർന്നല്ലോ എന്നോർത്തും വളരെ വിഷമം എനിക്ക് തോന്നി. എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഹൃദയവും എന്നിൽ നിന്ന് വന്നിട്ടുള്ള വലിയ തെറ്റുകളും അറിയാമല്ലോ എന്നോർത്ത് സമാധാനിക്കുന്നു. എനിക്ക് ദൈവമല്ലാതെ ലോകത്തിൽ ആരുമില്ല. എന്തെങ്കിലും സംഭവിക്കട്ടെ, എല്ലാം ദൈവതൃക്കരങ്ങളിൽ നിന്ന് എനിക്ക് വരുന്നതാകുന്നു എന്നോർത്ത് നടക്കുന്നു. അന്ന് 12:30 മണിക്ക് കുളിക്കാൻ പോയി. എണ്ണ തേച്ചിരുന്ന് കൊന്ത ചൊല്ലി തുടങ്ങി. മുമ്പ് പറഞ്ഞതുപോലെ അമ്മ വന്ന് കുളിപ്പുരയ്ക്ക് മുകളിൽ മേഘത്തിന്മേൽ നിന്നു. എൻ്റെ മകളെ, ദുഃഖിക്കേണ്ട, എന്നോടുകൂടെ കൊന്ത ചൊല്ലുക എന്ന് പറഞ്ഞ് കൊന്ത തുടങ്ങി. ഒരു മുഴുവൻ കൊന്ത കഴിഞ്ഞ് കാനോന നമസ്കാരവും മറ്റും ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, എന്തേ ദുഃഖിക്കുന്നു? ഈ ഞെരുക്കം നീ സഹിക്കുന്നത് എനിക്ക് സന്തോഷമാകുന്നു. എതിർപ്പുകളും മറ്റും നീ നല്ലവണ്ണം സഹിക്കുന്നത് കാണുമ്പോൾ നിന്റെ അമ്മയ്ക്കടുത്ത എൻ്റെ ഹൃദയം ഏറ്റവും സന്തോഷിക്കുന്നു. എങ്കിലും എൻ്റെ മകളെ, നീ കുർബാന കൈക്കൊള്ള പാട് മുടക്കുന്നത് നിന്റെ മണവാളനായ എൻ്റെ തിരുക്കുമാരനും എനിക്കും സങ്കടമുള്ള കാര്യമാകുന്നു. നീ പരിശുദ്ധ കുർബാന നാളെ കൈക്കൊള്ളണം. നിന്റെ ആത്മപിതാവിന് നിന്നോട് യാതൊരു ദുഃഖവുമില്ല. നീ എന്തേ വിഷാദിക്കുന്നു? അമ്മയെ പൊറുതി അപേക്ഷിക്കാതെയും അധികാരികളോട് രമ്യപ്പെടാതെയും ഞാൻ കുർബാന കൈക്കൊള്ളുകയില്ല. നീ എൻ്റെ അമ്മ തന്നെയാണ്, എനിക്ക് വിശ്വാസമുണ്ട്. എങ്കിലും സഭയുടെ ക്രമം പോലെ എല്ലാം ഞാൻ ചെയ്യട്ടെ എന്നും മറ്റും ഞാൻ കൈക്കൊണ്ടില്ല. പിതാവേ, ബോധം വന്ന് കുളി കഴിഞ്ഞു വരുമ്പോൾ 3:30 മണി കഴിഞ്ഞു. ഞാനും അമ്മയും കുറെ തർക്കിച്ചു. ഞാൻ വന്നപ്പോൾ പുതുകന്യാസ്ത്രീകൾ വ്യസനത്തോടെ ഓടിവന്ന് നമ്മുടെ മാതാവിൻ്റെ രൂപവും തൂവാലയും മാലകളും കത്തിപ്പോയി, രൂപത്തിന് കുറെ കേടുപറ്റി എന്ന് പറഞ്ഞു. വേഗം ചെന്ന് രൂപം തുടച്ച് വെടിപ്പാക്കി. കത്തിയ മണം പോകുന്നതിന് പനിനീർ തെളിച്ചു. നല്ല തുവാലകളിട്ട് ക്രമപ്പെടുത്തി പോന്നു. വീണ്ടും രാത്രി പല പ്രാവശ്യം അമ്മ കുർബാന കൈക്കൊള്ളുന്നതിന് നിർബന്ധിച്ചു.
രണ്ടാം ദിവസവും കൈക്കൊണ്ടില്ല. അന്ന് ഓസ്തി അടിക്കാൻ ഗോതമ്പ് ഇടിച്ച് പൊടി തട്ടി ഒരു വലിയ പാത്രം നിറച്ച് പൊടിയോടുകൂടെ തൂവാല കൊണ്ട് കെട്ടി അലമാരയിൽ വെച്ച് അടച്ച് പതിവ് പോലെ പോന്നു. ആരും അറിയാതെ അലമാര തുറന്ന് ആ പാത്രമെടുത്ത് അൾത്താരയുടെ മുമ്പിലുള്ള തിരുഹൃദയത്തിൻ്റെ വലിയ രൂപത്തിൻ്റെ മുൻപിൽ തട്ടി തകർത്തിട്ടിരിക്കുന്നു. ഏവരും കുറെ വ്യസനിച്ചു. കാരണം മനസ്സിലായില്ല. മൂന്നാം ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്കുള്ള ചെറിയ ഓസ്തി എണ്ണിക്കൊടുക്കുവാൻ ചെന്നപ്പോൾ പതിവ് പോലെ കുസ്തോതി തുറക്കാൻ ശ്രമിച്ചിട്ട് തുറക്കുന്നില്ല. ചെറിയ ഓസ്തിയുടെ പാത്രവും തുറക്കാൻ സാധിച്ചില്ല. വളരെ വ്യസനത്തോടെ ഞാൻ പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ചു, എന്തേ ഈ പാവപ്പെട്ട എന്നോട് ഇങ്ങനെ ചെയ്യുന്നു? സമൂഹത്തിലെ മറ്റുള്ളവർക്ക് കുർബാന കൈക്കൊള്ളുന്നതിന് ഇടവരുത്തണമേ എന്നും മറ്റും അപേക്ഷിച്ചു. അപ്പോൾ 12 വയസ്സ് പ്രായമുള്ള ഒരു ബാലൻ വന്ന് കുർബാന കൈക്കൊള്ളണം, അതിന് സമ്മതിച്ചാൽ തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെക്കാൾ എൻ്റെ അധികാരികളെ ഈശോ മിശിഹായെ പോലെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, നിന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്നതിന് നമ്മുടെ ദിവ്യരക്ഷിതാവ് ഏറ്റവും ആഗ്രഹിക്കുന്നു എന്ന് പ്രത്യുത്തരിച്ചു. ഈ പാപിയായ എന്നെക്കൊണ്ട് അവിടത്തേക്ക് യാതൊരു ആവശ്യവുമില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന്, അത് നിനക്ക് അറിയേണ്ട കാര്യമില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അധികാരികളെ സങ്കടപ്പെടുത്തിയത് ദിവ്യരക്ഷിതാവിനെ തന്നെയാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നതിനാൽ ഞാൻ കുർബാന കൈക്കൊള്ളുകയില്ല എന്ന് വീണ്ടും പറഞ്ഞു. ഇത് ഒരു മാലാഖയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ കണ്ടില്ല. ആ ക്ഷണം ഒരാൾ ഒരു ചെറുപ്പക്കാരൻ്റെ രൂപത്തിൽ 5 തിരുമുറിവുകളോടെ എൻ്റെ മുമ്പിൽ വന്നു നിന്നു. എവുപ്രാസ്യ, എൻ്റെ മകളെ, നീ എന്തേ ഇത്ര ദുഃഖിക്കുന്നു? നീ എൻ്റെ ഹൃദയത്തിന് യാതൊരു ദുഃഖവും വരുത്തിയിട്ടില്ല. മെത്രാനച്ചനും ഒന്നുമില്ല, വിഷാദിക്കേണ്ട എന്ന് പറഞ്ഞു. അവിടുത്തെ സ്വരം അല്പം മാറ്റിക്കൊണ്ട്, എവുപ്രാസ്യ, നീ എല്ലായ്പ്പോഴും എൻ്റെ തിരുമനസ്സും ഇഷ്ടവും നിറവേറ്റുന്നതിന് ഒരുങ്ങിയിരുന്നത് പോലെ ഇപ്പോഴും നീ ചെയ്യണം. നിന്റെ മോക്ഷമണവാളനായ ഞാനാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നിന്റെ ഹൃദയത്തിൽ എനിക്ക് എഴുന്നള്ളണം എന്ന് അരുളി ചെയ്ത ഉടൻ വേറെ ഒന്നും പറയുന്നതിന് എനിക്ക് സാധിച്ചില്ല. നിന്റെ ദാസി ഇതാ തയ്യാറായിരിക്കുന്നു, നിന്റെ തിരുമനസ്സ് എന്നിൽ നിറവേറ്റണമേ എന്നും മറ്റും പറഞ്ഞു. അവസാനം, എൻ്റെ മകളെ, ഞാൻ നിനക്ക് ആരും അറിയാതെ കുർബാന തരുന്നതിന് ശക്തിയുള്ളവനാകുന്നു. അപ്പോൾ തനിയെ കുസ്തോതി തുറന്നു. ഓസ്തി എണ്ണി വെച്ച് കഴിഞ്ഞപ്പോൾ വേഗം മുറിയിൽ ചെന്ന് ഉടുപ്പ് മാറുക എന്ന സ്വരം കേട്ടു. ഞാൻ അനുവാദം ചോദിച്ചു പോന്നു. ഉടുപ്പ് മാറി മുറിയിൽ മുട്ടുകുത്തി നിൽക്കുന്ന സമയം അനേകം മാലാഖമാരുടെ നടുവിൽ അവിടുന്ന് വിശുദ്ധ കുർബാന പിടിച്ച് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കുർബാന തന്നു. പിന്നെ എന്തുണ്ടായി എന്ന് ഓർക്കുന്നില്ല. അതോടെ എൻ്റെ ഹൃദയത്തിന് വലിയ ഒരു രൂപാന്തരമുണ്ടായി. സ്നേഹപിതാവിന് പൊറുതി അപേക്ഷിച്ച് കുർബാന കൈക്കൊള്ളേണ്ടതിന് സഭയുടെ ക്രമമായതിനാൽ അതിന് തെറ്റുവരാതിരിക്കാൻ വേണ്ടിയാണ് കുർബാന രഹസ്യമായി തന്നതെന്ന് എനിക്ക് മനസ്സിലായി. കുറ്റപ്പെടുത്തിയ കാര്യം സമൂഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടാണ് രഹസ്യത്തിൽ തന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്ന് തന്നെ മെത്രാനച്ചൻ വന്ന് നിനക്ക് പൊറുതി അപേക്ഷിക്കുന്നതിന് ഇടവരുമെന്ന് പറഞ്ഞു. തലേദിവസം വന്നിട്ടുണ്ടായിരുന്നതുകൊണ്ട് വീണ്ടും വരുമെന്ന് ആരും കരുതിയില്ല. തലേദിവസം ഇതൊന്നും എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് പിതാവ് വേഗം പോയതുകൊണ്ട് പൊറുതി അപേക്ഷിക്കാൻ സാധിച്ചില്ല. അന്ന് ഉച്ച കഴിഞ്ഞ് അവിടുന്ന് പറഞ്ഞതുപോലെ സ്നേഹപിതാവ് വരികയും എനിക്ക് കാണുന്നതിനും പൊറുതി അപേക്ഷിക്കുന്നതിനും ഇടവരികയും ചെയ്തു. സമാധാനമായി. ഇതൊന്നും എൻ്റെ ഹൃദയത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിരുന്നില്ല. ഇത് തമ്പുരാൻ്റെ തിരുമനസ്സാണല്ലോ എന്നോർത്ത് അവിടത്തേക്ക് കാഴ്ചവെച്ച് നടന്നു. പിതാവേ, ഇനി ഒന്നും ഞാൻ ഓർക്കുന്നില്ല. എൻ്റെ ഹൃദയത്തിന് നല്ല സമാധാനമായി. അശുദ്ധ വിചാരങ്ങൾ ഇപ്പോൾ വരുന്നില്ല. ഇതൊന്നും ആരെയും അറിയിക്കല്ലേ എന്നും രഹസ്യം കാക്കണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹപിതാവ് ഇനിയും എന്നെ നല്ലവണ്ണം കുറ്റപ്പെടുത്തണമെന്നും ഏറ്റവും എളിമപ്പെടുത്തണമെന്നും അത് പരിശുദ്ധ അമ്മയ്ക്ക് ദുഃഖമല്ല സന്തോഷമാകുന്നുവെന്നും പിതാവിന് ആശീർവാദം തരുന്നെന്നും പറഞ്ഞതായി ഓർക്കുന്നുണ്ട്. പിന്നെ ഒന്നും ഓർക്കുന്നില്ല. മകളെ, അധികാരികൾ കുർബാന കൈക്കൊള്ളേണ്ട എന്ന് കൽപ്പിച്ചാലല്ലാതെ ഒരിക്കലും കുർബാന കൈക്കൊള്ളപ്പാട് മുടക്കരുത്. ഈ ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കണം. പിതാവേ, അങ്ങയുടെ സ്വാതന്ത്ര്യം പോലെ എന്നെ കുറ്റപ്പെടുത്തണമെന്നും നന്നാക്കണമെന്നും താഴ്മയോടെ അപേക്ഷിക്കുന്നു. പിതാവേ, ഞാൻ അനേക തെറ്റുകൾ ചെയ്തിട്ടുള്ളവളും വളരെ തെറ്റുകുറ്റങ്ങൾ ഉള്ളവളുമാകുന്നു. പിതാവ് പരിശുദ്ധ അമ്മയോട്
നല്ല എളിമ, ദൈവസ്നേഹം, ക്ഷമ എന്നിവ അപേക്ഷിച്ച് മേടിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്ലീഹാക്കെടുത്തതും ആത്മപിതാവിനെടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് അയോഗ്യ ശുശ്രൂഷയും എളിയ ദാസിയുമായ കർമ്മലീത്ത നിഷ്പാദക 3-ാം സഭ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ യൗപ്രാസ്യം. 3-ാം ദിവസം കുർബാനയ്ക്ക് കത്തിക്കുന്ന ചില്ലുവിളക്ക് പെട്ടെന്ന് വീണ് ഉടഞ്ഞുപോയി. ഇതുവരെ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. പരിശുദ്ധ അമ്മ കാനന നമസ്കാരം കഴിയുമ്പോൾ എപ്പോഴും സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം 5 പ്രാവശ്യം ചൊല്ലും. എന്തേ അമ്മ ഇങ്ങനെ ചൊല്ലുന്നത് എന്ന് ചോദിച്ചതിന്, എൻ്റെ മകളെ, എൻ്റെ തിരുക്കുമാരൻ്റെ തിരുമുറിവുകളെക്കുറിച്ച് ചൊല്ലി അവിടത്തേക്ക് കാഴ്ചവെക്കുന്നത് അധികം ഫലം ഉള്ളതാകുന്നു എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂട്ടത്തിൽ വെച്ച് ലെലിയായുടെ നേരത്ത് ബോധം പോയി. അനേകം കന്യാസ്ത്രീകളോടുകൂടെ പരിശുദ്ധ അമ്മ എഴുന്നള്ളി വന്ന് ഞങ്ങളോടൊപ്പം ലെലിയ തുടങ്ങി. എന്തൊരു ഭക്തിയും ഇമ്പവുമുള്ള സ്വരം! ഞാനിത് എങ്ങനെ പറഞ്ഞറിയിക്കും? ലെലിയ തീർന്ന് ആശീർവാദവും തന്നുപോയി. അമ്മ ഈ മഹാപാപിയോട് എന്തേ ഇതിന്മണം ചെയ്യുന്നു? ഈ ഓർമ്മ എന്നെ വളരെ ദുഃഖിപ്പിക്കുന്നു. ഈ മാസം തിരുഹൃദയത്തിന് വണക്കമാസം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കുന്നതിന് ഇടവരുത്തണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഒരിക്കൽ പരിശുദ്ധ അമ്മ എൻ്റെ തിരുക്കുമാരൻ പാപികളിൽ നിന്ന് അനുഭവിക്കുന്ന സങ്കടം കണ്ട് എൻ്റെ ഹൃദയം വളരെ ദുഃഖിക്കുന്നു എന്നും മറ്റും പറഞ്ഞു. മാസത്തിൻ്റെ 1-ാം ശനിയാഴ്ച സമൂഹമായി വിശുദ്ധ കുർബാന കൈക്കൊണ്ട് എൻ്റെ തിരുഹൃദയത്തിന് പരിഹാരമായി കാഴ്ചവെക്കുന്നത് എനിക്ക് വളരെ ആശ്വാസമാകുന്നു. മകളെ, നീ അതിനായി താൽപ്പര്യപ്പെടണം. പിതാവേ, ഓർക്കുന്നതെല്ലാം എഴുതി